ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു പുതിയ കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് ഭൂതവും ആനയും. പണ്ട് ഒരു വനത്തിൽ ചന്തു എന്നു പേരായ ഒരു മൂങ്ങ ഒരു മരത്തിൽ കൂടുകൂട്ടി വസിച്ചിരുന്നു. ചന്തു വളരെ നല്ല മനസ്സുള്ളവനായിരുന്നു. അവൻ എപ്പോഴും എല്ലാവരെയും സഹായിച്ചിരുന്നു. ഒരു വൈകുന്നേരം അവൻ ഉറക്കമെണീറ്റപ്പോൾ തന്റെ മരത്തിന് താഴെയായി ഒരു ആന വിശ്രമിക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ അവൻ ആനയോട് ചോദിച്ചു, ആരാണ് നീ? ഇതിനു മുമ്പ് നിന്നെ ഈ വനത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മളങ്കാണ്. ഈ വനത്തിൽ കഴിക്കാൻ നല്ല നല്ല പഴങ്ങൾ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വനത്തിൽ താമസിക്കാൻ വന്നതാണ്. നീ കേട്ടത് ശരിയാണ്. ഈ വനത്തിൽ ഭക്ഷിക്കാൻ നല്ല നല്ല പഴങ്ങളുണ്ട്. ഈ വനത്തിലേക്ക് നിനക്ക് സ്വാഗതം. അങ്ങനെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി തീർന്നു. ആന ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ താമസവും തുടങ്ങി. ചന്തു മൂങ്ങ പകൽ മുഴുവൻ ഉറക്കമാണ്. രാത്രിയാവുമ്പോൾ ആന വയർ നിറയെ ഭക്ഷണമെല്ലാം കഴിച്ചു മടങ്ങിയെത്തിയാൽ രണ്ടുപേരും സംഭാഷണത്തിലേർപ്പെടും. മധുരക്കിഴങ്ങ് തിന്നു കഴിഞ്ഞ് ഞാൻ നദിയിലിറങ്ങി നന്നായി കുളിച്ചു. എനിക്ക് നിന്നോടൊപ്പം വരാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനൊരു മൂങ്ങയല്ലേ, അതുകൊണ്ട് പകൽ എനിക്ക് വെളിയിൽ ഇറങ്ങാനാവില്ല. ഒരു ദിവസം മലങ്ക് തീറ്റയും കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒരു ഭൂതവും അയാളുടെ ഭാര്യയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു. ഈയിടെയായി മനുഷ്യര് വലിയ ധൈര്യശാലികളായിട്ടുണ്ട്. അവർക്കിപ്പോ നമ്മളെ ഒട്ടും പേടിയില്ലാതായി. അവരെ പേടിപ്പിക്കാൻ നമ്മൾ ഒരു പുതിയ മാർഗം തേടേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഭൂതം മലങ്കിനെ കണ്ടത്. ആനയെ കണ്ടതും ഭൂതം ഞെട്ടി അലറിക്കൊണ്ട് പറഞ്ഞു, പിടിക്കവനെ, ഇത് ആന തന്നെയാണ്. ഇത് കേട്ടപാടെ മലങ്ക് വല്ലാതെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ ഓടുന്നത് കണ്ട് പെൺഭൂതം ആൺഭൂതത്തോട് ചോദിച്ചു, എന്തുപറ്റി? ഏതാണ് ആന? ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നത്തിൽ ഞാനൊരു ആനയെ മുഴുവനായും തിന്നു. ഈ ആന ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ആനയെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ആനയെ തിന്നിട്ട് എനിക്ക് എന്റെ സ്വപ്നം സത്യമാക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ഭൂതം പറന്നുകൊണ്ട് ആനയെ പിന്തുടരാൻ തുടങ്ങി. പെൺഭൂതവും പറന്നുകൊണ്ട് ആനയെ പിന്തുടർന്നു. ആന അലറി വിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഭൂതം, ഭൂതം, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. അപ്പോഴേക്കും രണ്ട് ഭൂതങ്ങളും പറന്ന് അവന്റെ മുന്നിൽ വന്നെത്തി. അവരെ കണ്ടപ്പോൾ ആന നിന്നിട്ട് പേടിയോടെ പറഞ്ഞു, ദയവായി എന്നെ വെറുതെ വിടണേ. ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യൻ വളരെ സ്വാദിഷ്ടമാണെന്ന്. നിങ്ങൾ അവനെ തിന്നോളൂ. എന്റെ പിന്നാലെ എന്തിനാ വരുന്നത്? ഞാൻ നിന്നെ തിന്നുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അതിനാൽ എനിക്ക് നിന്നെ തന്നെ തിന്നണം. ദൂരെ മരത്തിലിരുന്ന് ചന്തു മൂങ്ങ ഇതെല്ലാം കാണുന്നും കേൾക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് അവനൊരു ഉപായം തോന്നി. അവൻ പറന്നു വന്ന് ആനയുടെ അടുത്തെത്തിയിട്ട് പെൺഭൂതത്തെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാണവൾ, ഇതാണവൾ, ഇവളെ പിടിക്ക്. ചന്തു ഇങ്ങനെ കാരണമില്ലാതെ അലർന്നത് കണ്ട് ഭൂതങ്ങൾ ചിന്തയിലാണ്ടുപോയി. അവൾ ആരാണ്? ആരെ കുറിച്ചാ നീ പറയുന്നത്? ഞാൻ നിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ രാവിലെ ഞാൻ ഒരു ഭൂതത്തെ കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടു. നിന്റെ ഭാര്യ തീർത്തും ആ ഭൂതത്തെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂതത്തെ കല്യാണം കഴിച്ച് എനിക്ക് എന്റെ സ്വപ്നം സത്യമാക്കണം. ഇത് കേട്ടപ്പോൾ പെൺഭൂതം പേടിയോടെ ഉറക്കെ പറഞ്ഞു, ഇല്ല, ഞാനൊരു മൂങ്ങയെ ഒരിക്കലും കല്യാണം കഴിക്കില്ല. നീ പേടിക്കാതിരിക്ക. ഈ മൂങ്ങയുണ്ടല്ലോ, ഇവൻ വെറുതെ പറയുന്നതാണെന്നേ. സ്വപ്നം എപ്പോഴെങ്കിലും സത്യമാവോ? പക്ഷെ നീയും ഇപ്പൊ സ്വപ്നം സത്യമാക്കുവാനായി ഈ ആനയെ തിന്നുകയല്ലേ? എന്താ നീയും മൂങ്ങയാണോ? ഇത് കേട്ടപ്പോൾ ഭൂതം ലജ്ജിച്ച് പറയാൻ തുടങ്ങി, ഇല്ല, ഞാൻ ഈ ആനയെ ഇനി തിന്നുന്നില്ല. നോക്കിയേ, എന്റെ സ്വപ്നം സത്യമായിട്ടില്ല. ഇനി നീയും നിന്റെ സ്വപ്നം മറന്നേക്ക്. എന്നാ ശരി, നിന്റെ സ്വപ്നം സത്യമല്ലാത്ത സ്ഥിതിക്ക് എന്റെ സ്വപ്നവും സത്യമല്ലാതായിരിക്കുന്നു. ഇത്തരം കള്ള സ്വപ്നങ്ങൾ മറക്കുന്നതായിരിക്കും നല്ലത്. ചന്തു ഇങ്ങനെ പറഞ്ഞത് കേട്ട് ആൺഭൂതവും പെൺഭൂതവും അവിടെ നിന്ന് പറന്നുപോയി. ചന്തു, നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നീ എന്നെ ആ ഭൂതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. മളങ്, നീ എന്റെ മിത്രമാണ്. നിന്നെ സഹായിക്കുന്നത് എന്റെ കർത്തവ്യമാണ്. ഓ,
പക്ഷെ ഞാൻ കാരണം നിനക്ക് ആ ഭൂതത്തെ കല്യാണം കഴിക്കുക എന്ന സ്വപ്നം നിറവേറ്റാൻ കഴിഞ്ഞില്ലല്ലോ. ഏത് സ്വപ്നം? ഇതെല്ലാം ഞാൻ ആ ഭൂതത്തെ വെട്ടിയാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ മൂങ്ങയാണ്, പക്ഷെ അത്രയ്ക്ക് വിഡ്ഢിയല്ല. ഇത് പറഞ്ഞ് രണ്ടുപേരും ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇത്രയും ശക്തിശാലികളായ ഭൂതങ്ങളെ ബുദ്ധിശക്തി കൊണ്ട് തോൽപ്പിച്ചതിൽ രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നി. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമിതാണ്: ഒരു ദുർബലനും ബലവാനും തമ്മിലുള്ള പോരാട്ടത്തിൽ എപ്പോഴും ബലവാൻ ജയിക്കണമെന്നില്ല. ദുർബലൻ വിചാരിച്ചാൽ തന്റെ ബുദ്ധി കൊണ്ട് എത്ര വലിയ ശക്തിശാലിയെയും തോൽപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.